നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനിപ്പോഴുള്ളത് കൊല്ലം പ്രസ് ക്ലബിലാണ്. ഇന്നിവിടെ ശിവരാജൻ കോവിലഴികത്തിൻ്റെ 3ാമത് കവിതാ സമാഹാരമായ പാഠം 10 മുറിവുകൾ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മമാണ്. പ്രകാശന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട MP പ്രേമേന്ദ്രൻ സാറാണ്. പുസ്തകം ആദ്യമായിട്ട് ഏറ്റുവാങ്ങുന്നത് സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവായ ഡോക്ടർ പ്രസന്നരാജ് സാറാണ്. നമുക്ക് വീഡിയോ ദൃശ്യത്തിലോട്ട് പോകാം. ഔപചാരികമായി ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുമ്പോഴാണ് അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് പ്രസന്നരാജ് സാറിന് നൽകിയിട്ടുണ്ട്. സാഹിത്യകാരനും നിരൂപകാരനും സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് കൂടിയായ അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ പുസ്തകം 21ാം നൂറ്റാണ്ടിലെ നോവലുകളെ കുറിച്ചുള്ള ഇപ്പോൾ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. വളരെ ആവശ്യകരമായ രീതിയിലാണ് പുസ്തകം സ്വീകരിക്കുന്നത്. അദ്ദേഹമാണ് ഈ പുസ്തകം സ്വീകരിക്കുന്നത്. ശിവരാജൻ കോവിലഴികത്തിന്റെ 46 കവിതകളുടെ സമാഹാരമായ പാഠം 10 മുറിവുകൾ പ്രസന്നരാജ് സാറിന് നൽകിയിട്ടുണ്ട്. പ്രിയപ്പെട്ട MP എഴുത്തുകാരും ഗണ്യമായ നിലയിൽ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ പുതിയ കവിതാ സമാഹാരം ഔപചാരികമായി പ്രകാശനം ചെയ്യുന്നത്. വായനയും വായനയുടെ ലോകവുമൊക്കെ അപ്രസക്തമായി എന്ന ചിന്ത ശക്തമായി ഉയരുന്ന കാലഘട്ടത്തിൽ എഴുത്തിന്റെ ലോകത്ത് നവാഗതരായിട്ടുള്ള നിരവധി എഴുത്തുകാർ, അത് കഥയും കവിതയും നോവലും ഞാൻ മനസ്സിലാക്കുന്നത്, വിശ്വസിക്കുന്നത് വളരെ കാലിക പ്രസക്തമായിട്ടുള്ള സാമൂഹ്യ വിഷയങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് എഴുതിയിട്ടുണ്ട്. ശ്രീ പെരുമ്പുഴ ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ ആമുഖമല്ലതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളെ സംബന്ധിച്ച് വായിച്ചപ്പോൾ തന്നെ ഈ കവിതാ സമാഹാരത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചതായി നല്ലൊരു ഇന്ന് നമുക്ക് മനസ്സിലാവും. മാറ്റങ്ങൾ മാറി 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 ഓരോ 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 ദിവസവും പുതിയ പുതിയ പരീക്ഷണങ്ങളുമായിട്ടും സാധ്യതകളുമായിട്ടും അത് വളരെ പുസ്തകം പ്രകാശിപ്പിച്ച നമ്മുടെ പ്രിയങ്കരനായ കഴിഞ്ഞു ശ്രീ VT കുരിപ്പുഴ, ശ്രീ EV ജോസ് കല്ല, ഒരുപാട് പേരുണ്ട്, പേര് പറയുന്നില്ല. എല്ലാ ആളുകളെയും ഞാൻ അഭിസംബോധിക്കുന്നു. സത്യം പറഞ്ഞാൽ വളരെ സന്തോഷമുള്ള ഒരു സമയമാണ് ഒരു പുസ്തകം ഏറ്റുവാങ്ങുന്നത്, അതും കവിതാ പുസ്തകം. എപ്പോഴും കാടുകൾ നടന്നു പോകുമ്പോൾ ഞാനും ശിവരാജനുമൊക്കെ താമസിക്കുന്ന ഈ മൈനാട്ടിൽ ആലോചിക്കാറുണ്ട്. പെട്ടെന്ന് എന്റെ മനസ്സ് പുറകോട്ട് പോകും. ഇത് 2024 പെട്ടെന്ന് 1924 പോകും. മരിച്ച ഒരു മണ്ണ്, എത്രയോ മഹാന്മാർ ജനിച്ചു വളർന്നൊരു മണ്ണ്. ആ മണ്ണിൽ നിന്നുകൊണ്ട് ഭൂതകാല ശക്തി, അത് നൽകുന്ന പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പുതിയ പാരമ്പര്യം സൃഷ്ടിക്കുവാൻ മുന്നോട്ട് പോകണം. വീണ്ടും ധീരമായി മുന്നോട്ട് പോകണം. കവിതകൾ വായിച്ചു അതിന് അദ്ദേഹം തയ്യാറാകണം. കവിത എഴുത്തെന്ന് പറഞ്ഞാൽ അത് ഒരു വാക്കിന് വേണ്ടി കാത്തിരിക്കും. രാവണകാന്ഡം എന്ന് പറയുന്ന ഒരു കാവ്യ സമാഹാരവുമായിട്ട് പ്രഭാത് ബുക്ക് ഹൗസ് പ്രസിദ്ധീകരിച്ച രാവണകാന്ഡം എന്ന കാവ്യ സമാഹാരവുമായിട്ടാണ് ശിവരാജൻ മലയാള സാഹിത്യത്തിലേക്ക് കടന്നു വരുന്നത്. അതിനുശേഷം സാഹിതി പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച മിന്നാമിന്നികൾ എന്ന് പറയുന്ന ഒരു ബാല കവിതകളുടെ സമാഹാരം രണ്ടാമതായിട്ട് പുറത്തിറങ്ങി. എന്റെ അറിവ് ശരിയാണെങ്കിൽ ഈ 2 പുസ്തകങ്ങളും വളരെയധികം കാലിക പ്രസക്തിയുള്ള ഒരു തലക്കെട്ടാണ്. ഇപ്പൊ എനിക്ക് 62 വയസ്സ്. ഇപ്പൊ 8 വർഷമായിട്ട് ഞാൻ നൃത്തലോകത്ത് സജീവമാണ്.
ശബരിമലയിൽ നൃത്തം ചെയ്ത ആദ്യത്തെ വനിത ഞാനാണെന്നാണ് നമ്മൾ കരുതുന്നത്. അതിന് മുമ്പുള്ള കഥകൾ നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഇപ്പൊ ഒരു 135 സ്റ്റേജിൽ കഴിഞ്ഞ 8 വർഷമായിട്ട് നൃത്തം ചെയ്തു. 1 മണിക്കൂറാണ് നൃത്തം ചെയ്യാറ്. അപ്പൊ എന്നെ നൃത്തം കളിക്കാൻ ചെയ്യാൻ ആർക്കെങ്കിലും വിളിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ന് വിചാരിച്ചാണ് ഇത്രയും കാര്യമായിട്ട് ഞാൻ പറയുന്നത്. അപ്പം അദ്ദേഹത്തിനോട് എനിക്കൊരു കട ഉണ്ടെന്ന് ഞാൻ ശിവരാജനെ കാണുന്നത് എന്റെ അയൽവാസികളുടെ ഒരു ബന്ധു കൂടിയാണ്. അവിടെ വെച്ച് അദ്ദേഹം എന്നോട് ഈ കാര്യം പറയുകയും ചെയ്തു. ഇന്നലെയാണ് തോന്നുന്നു എനിക്ക് നേരിട്ട് ഫോൺ സന്ദേശത്തിലൂടെ. വളരെ സന്തോഷമാണ് ഇങ്ങനൊരു ചടങ്ങിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിന്റെ ബാലകവിതകൾ കഴിഞ്ഞ വർഷം ഇവിടെ പ്രകാശനം ചെയ്യുമ്പോൾ ഞാനുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം അന്ന് ഗൾഫിലോ മറ്റേതായിരുന്നു. അത് നല്ല ഒരു ചടങ്ങായിരുന്നു. പക്ഷെ എനിക്ക് കവിതയെക്കുറിച്ച് എന്ന് പറയുന്നത് സാറിന്റെ മുമ്പിൽ ഇരുന്ന് മലയാള ഭാഷയെക്കുറിച്ചും കവിതയെക്കുറിച്ചും ഞാൻ പറയുന്നത് ഒട്ടും ഉചിതമാകില്ല. പിന്നെ എന്റെ രംഗം വേറെയാണ്. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ശിവരാജൻ കോവിലഴികത്തിൻ്റെ 3ാമത് കവിതാ സമാഹാരമാണ് പാഠം 10 മുറിവുകൾ. ശിവരാജൻ കോവിലഴികം ആദ്യമായി പ്രസിദ്ധീകരിച്ചത് രാവണകാന്ഡമാണ്. പ്രഭാത് ബുക്സ് ആണത് പ്രസിദ്ധീകരിച്ചത്. 2ാമത് മിന്നാമിന്നികൾ, അത് സഗതി പബ്ലിക്കേഷൻസ് ആണ് പ്രസിദ്ധീകരിച്ചത്. ചടങ്ങിൽ കവിമാരുടെയും കവയിത്രികളുടെയും കവിയരങ്ങും മറ്റും ഉണ്ടായിരുന്നു. അത് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ അടുത്തൊരു പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബൈ.